بسم الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا صدق الله العلي العظيم. അസ്സലാമു അലൈക്കും. സമാധാനീയനായിട്ടുള്ള നമ്മുടെ ഏവരുടെയും അതിഥിയും കട്ടപ്പാടുകൾക്ക് അറുതി വരുത്തുന്നതിന് വേണ്ടി രാപ്പകലില്ലാതെ ഓടി നടക്കുന്ന പ്രിയപ്പെട്ട ബഹുമാന്യനായ ഫിറോസ് കുന്നംപറമ്പിൽ അവർകളെ, ഈ വേദിയെ ധന്യമാക്കുന്ന കേരളക്കരയിലെ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് തന്റേതായ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയും നമുക്ക് ഈ പരിപാടിക്കും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്റെ ഫണ്ട് ശേഖരണത്തിനുമൊക്കെ ഫിറോസ് കുന്നംപറമ്പിലിന് നമുക്ക് വേണ്ടി എത്തിക്കുന്നതിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചിട്ടുള്ള പ്രിയപ്പെട്ട പുളിക്കൽ ബാബു സാഹിബ്, ഈ വേദിയിൽ നമ്മുടെ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കുന്ന വിവിധ മതരാഷ്ട്രീയ മണ്ഡലങ്ങളിലെ നേതാക്കന്മാർ CM മുസ്തഫ, K അബ്ദുൽ അസീസ്, VTC മുഹമ്മദ് ബാക്കവി, മലയൻ അബ്ദുറഹ്മാൻ സാഹിബ്, പുതമ അബ്ദുൾ റസാഖ്, കളത്തിങ്ങൽ മുഹമ്മദ് അലി സാഹിബ്, ഈ സംഘടനയുടെ സമാദരണീയനായിട്ടുള്ള ചെയർമാൻ, നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ സമാനതകളില്ലാതെ നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട അഷ്റഫ് ഖാൻ, മഹല്ല് പ്രസിഡന്റ്, വേദിയിലിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, കൊച്ചു കേരളം ഇന്ന് ഒരു തെരഞ്ഞെടുപ്പിന്റെ ആരംഭങ്ങളിലേക്ക് നടന്നു നീങ്ങുകയാണ്. ഒരു ഭാഗത്ത് തെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങൾ മുടങ്ങുമ്പോഴും ആരോരും സഹായിക്കാനില്ലാതെ വീടിന്റെ ചുമരുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ആശുപത്രി കിടക്കയിൽ അസുഖത്തിന്റെ വേദന സഹിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് സാമ്പത്തികമായി സഹായിക്കാൻ ആരുമില്ലാതെ കഷ്ടപ്പെടുന്ന ആയിരക്കണക്കിന് രോഗികൾക്ക് സമാധാനത്തിന്റെ സമാശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ടും കേരളത്തിനകത്തും പുറത്തും ജാതിമത വർഗ ദേശഭാഷ ഭേദമില്ലാതെ ഒട്ടേറെ അശരണർക്ക് സ്വാന്തനമേകാൻ ഓടി നടക്കുന്ന പ്രിയപ്പെട്ട ഫിറോസ് സാഹിബ് ഇന്ന് നമ്മുടെ സായാഹ്നത്തിൽ നമ്മുടെ പരിപാടിക്ക് എത്തിച്ചേർന്നതിൽ നമുക്കൊക്കെ ഏറെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഈ പരിപാടിയുടെ സംഘടിപ്പിച്ച എക്കാപ്പറമ്പ് ശിഹാബ്ദങ്ങൾ സോഷ്യൽ വെൽഫെയർ അസോസിയേഷൻ എന്ന മഹത്തായ ഈ സംഘടനയെ കുറിച്ച് എന്റെ മുമ്പിലിരിക്കുന്ന നാട്ടുകാർ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും പ്രിയപ്പെട്ട അതിഥികൾക്ക് വേണ്ടി ഒന്ന് സൂചിപ്പിക്കുകയാണ്. 2019 മെയ് മാസം 25-ാം തീയതി വിശുദ്ധമാക്കപ്പെട്ട റമദാൻ 18-ന് ഈ സംഘടനയുടെ നിലവിലെ അഡ്വൈസറി ബോർഡ് അംഗം മലയൻ അബ്ദുറഹ്മാൻ സാഹിബിന്റെ വീട്ടിൽ നിന്ന് പ്രയാണം ആരംഭിച്ചതാണ് ഈ കൊച്ചു സംഘം. 17 ആളുകളിൽ നിന്ന് തുടങ്ങി ഇന്നത് വളർന്നു പന്തലിച്ച് 107 ഡയറക്ടർമാർ നമ്മുടെ അടുത്ത പ്രദേശത്തൊന്നും നമുക്ക് കേട്ടുകേൾവിയില്ലാത്ത വിധം 10,000 രൂപ ഈ സംഘടനയുടെ മെമ്പർഷിപ്പിന് വേണ്ടി ഇങ്ങോട്ട് തന്നുകൊണ്ട് 10,000 രൂപ തന്ന് മെമ്പർഷിപ്പ് എടുത്ത 107 ഡയറക്ടർമാരുള്ള ഒരു കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജാതിമത ചിന്തകൾക്ക് അതീതമായി
എന്നാൽ സമാദരണീയനായിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് 3.5 പതിറ്റാണ്ട് കാലം ചാഞ്ചല്യമാർന്ന പ്രവർത്തനം കാഴ്ചവെച്ച സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിലുള്ള ഈ സംഘടനയിൽ ഈ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ മത സംഘടന നേതാക്കന്മാരും പ്രവർത്തകന്മാരും അണിനിരന്നിട്ടുള്ള ഒരു മഹത്തായ പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനം 107 ആളുകളിൽ നിന്ന് പിരിച്ചെടുത്ത 10,000 രൂപ കൊണ്ട് ഇന്ന് ഈ ദിവസം എത്തി നിൽക്കുമ്പോൾ 120ഓളം ആളുകൾക്ക് പലിശരഹിത വായ്പ കൊടുത്ത് ഏകദേശം നമ്മുടെ ഈ കൊച്ചു പ്രദേശത്ത് തന്നെ 15 ലക്ഷം രൂപയോളം പലിശരഹിത വായ്പ കൊടുത്തുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ പ്രയാസങ്ങളിൽ ചെറിയ കൈത്താങ്ങ് നൽകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് വീടുകൾ നമ്മൾ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. അഗതികൾക്കും അനാഥകൾക്കും നമ്മൾ സംരക്ഷണം കൊടുക്കുന്നുണ്ട്. ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ രാജ്യത്ത് നമ്മൾ ഈ 1.5 വർഷക്കാലം കൊണ്ട് ഒരു കൊച്ചു സംഘം ഒരു പിച്ച വെച്ച് തുടങ്ങുന്ന ഈ സംഘടന നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ നല്ലവരായ നാട്ടുകാരുടെ നിസ്സീമമായ സഹകരണവും പ്രാർത്ഥനയും പ്രവർത്തനവും കൊണ്ടാണ് എന്ന് അഭിമാനത്തോടുകൂടി ഞങ്ങൾ ഇവിടെ സ്മരിക്കുകയാണ്. അവസാനമായി നമുക്കറിയാം, നമ്മുടെ മുമ്പിൽ പ്രിയപ്പെട്ട തായത്തേരി അബ്ദുൽ മജീദ് എന്ന സഹോദരന്റെ ദയനീയമായ അവസ്ഥ വിവരിച്ചുകൊണ്ട് അവരുടെ കുടുംബം നമ്മുടെ മുമ്പിലെത്തുമ്പോൾ നമ്മളാകെ ബേജാറായി. കാരണം വലിയ ഭീമമായ സംഖ്യ എങ്ങനെ ഉണ്ടാക്കും? നമ്മുടെ ഈ കോവിഡ് കാലത്തെ പ്രതിസന്ധികൾക്കിടയിൽ ഇത്തരം വലിയ ഭീമമായ സംഖ്യ ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ ചികിത്സയും വീടും സ്ഥലവും ഒക്കെ എങ്ങനെ പരിഹരിക്കുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ സമാദരണീയനായിട്ടുള്ള നമ്മുടെ അധ്യക്ഷൻ പ്രിയപ്പെട്ട അഷ്റഫ് ഖാൻ നമുക്ക് ഫിറോസ് കുന്നംപറമ്പിലിനെ ബന്ധപ്പെടാം, അതിനുള്ള ആളുകൾ എന്റെ അടുക്കലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊക്കെ സമാധാനം നൽകിയത്. പക്ഷെ ഞങ്ങളൊക്കെ ആകെ വേവലാതിപ്പെട്ടിരുന്നത് ഫിറോസ് കെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് കിട്ടുമോ എന്ന് ബേജാറായി. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കളത്തിങ്കൽ മുഹമ്മദ് അലി സാഹിബിന്റെയും പുളിക്കൽ ബാബുവിന്റെയും അഷ്റഫ് കയുടെയും അസീസ് കയുടെയും ഒക്കെ നിരന്തരമായ ഇടപെടലുകൾ കൊണ്ട് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ടും ഒരു ചെറിയ സമയത്തിനുള്ളിൽ തന്നെ ബഹുമാന്യനായ ഫിറോസ് ഖാൻ നമ്മുടെ നാട്ടിൽ വരികയും പ്രിയപ്പെട്ട തായത്തേരി അബ്ദുൽ മജീദിന് വേണ്ടി വീഡിയോ ചെയ്യുകയും 4 ദിവസം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആവശ്യമായ ഫണ്ടും അദ്ദേഹത്തിന് ആവശ്യമായ സ്ഥലവും വീടും എടുത്തു കൊടുക്കാൻ നമ്മുടെ ഇസ്വാ കുടുംബത്തിൽ തന്നെ ഒരു സഹോദരൻ മുമ്പോട്ട് വരികയും ചെയ്തിട്ടുണ്ട്. ആ പ്രിയപ്പെട്ട സഹോദരന്റെ ഉദ്ദേശം ആ വീടും സ്ഥലവും എടുത്തു കൊടുക്കുന്നത് മരണപ്പെട്ടു പോയ തന്റെ പിതാവിന്റെ പരസവിയായ ജീവിതത്തിൽ സന്തോഷവും റാഹത്തും നൽകാൻ വേണ്ടിയാണ്. അത്തരത്തിൽ ആ പ്രവർത്തനം അല്ലാഹു അതിൽ സ്വീകരിക്കുമാറാവട്ടെ എന്ന് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. കട്ടപ്പാടുകൾ അനുഭവിക്കുന്നവന്റെ വേദനകൾ അറിയുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിൽ തന്നെയുണ്ട്. പ്രിയപ്പെട്ട ബാബുവിനെ പോലെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് നിസ്സീമമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. അവരുടെയൊക്കെ കാരുണ്യം കൊണ്ടാണ് നമ്മുടെ രാജ്യം ഇത്ര വലിയ കോവിഡിന്റെ പ്രതിസന്ധികൾക്കിടയിലും നമ്മുടെ ആളുകൾക്ക് നമുക്ക് സഹായം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്. ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല, നമുക്കൊക്കെ തിരക്കുകളുണ്ട്. പ്രിയപ്പെട്ട ഫിറോസ് കയെ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതിയാകുകയില്ല. കാരണം ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഇത്രയും സംഖ്യ സ്വരൂപിക്കുകയും ബാക്കി വരുന്ന സംഖ്യ നമ്മുടെ രാജ്യത്ത് തന്നെ കിഡ്നിയും ക്യാൻസറും പോലത്തെ മാരകമായ അസുഖങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവന് വീതിച്ചു കൊടുക്കാനുള്ള ഒരു അവസരം ഒരുക്കി തന്നത് പ്രിയപ്പെട്ട ഫിറോസ് കയാണ്. അതുകൊണ്ട് ഈ പാവപ്പെട്ട ഒരുപാട് 12ഓളം രോഗികൾ, നമ്മുടെ എക്കാപ്പറമ്പിലുള്ള 12ഓളം രോഗികൾക്ക് 15 ലക്ഷം രൂപ നമ്മൾ ഇന്നിവിടെ വെച്ച് വിതരണം ചെയ്യുന്നുണ്ട്. ഈ വിതരണം ചെയ്യുന്ന സംഖ്യ 100% വളരെ സത്യസന്ധമായി നമ്മൾ ഇതിന്റെ തുടക്കം മുതൽ ഈ കുടുംബവുമായി സംസാരിക്കുകയും ഫിറോസ് കോയുമായി സംസാരിക്കുകയും ആ കുടുംബത്തിന്റെ പേരിൽ തന്നെ ചെക്ക് കൊടുക്കുകയാണ് നമ്മൾ ഈ രോഗികൾക്ക്. ഈ കമ്മിറ്റിയോ അല്ലെങ്കിൽ ഫിറോസ് കയോ ഈ പൈസയുമായി ഈ സംഖ്യയുമായി യാതൊരു ഇടപെടലുകളും നടത്തുന്നില്ല. പാവപ്പെട്ട രോഗികളെ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ സംഘാടകരുടെ അല്ലെങ്കിൽ കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം. അത് കണ്ടെത്തി നമ്മൾ ഫിറോസ് കൈ ഏൽപ്പിക്കുകയും ഫിറോസ് കയുടെ കരങ്ങൾ കൊണ്ട് തന്നെ അവർക്ക് ഇന്ന് അത് കൈമാറുകയാണ്. പക്ഷേ സാധാരണയായി നമ്മൾ എല്ലാവരും ചെയ്യാറുള്ളത് പോലെ നേരിട്ട് രോഗികളെ വേദിയിലേക്ക് വിളിച്ചു വരുത്തി അവരുടെ കയ്യിൽ കൊടുക്കുന്നതിന് പകരം ഈ കമ്മിറ്റിയുടെ ഭാരവാഹികൾ തന്നെ അത് ഏറ്റുവാങ്ങി പിന്നീട് അവരെ വീട്ടിൽ കൊണ്ടുപോയി എത്തിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ളത്. അതിന്റെ ഒരു കാര്യം, പാവപ്പെട്ട രോഗികളെ വളരെ കഷ്ടപ്പാടുന്ന ഒരുപാട് വേദനകൾ അനുഭവിച്ചുകൊണ്ട് വീടുകളിൽ കഴിയുന്ന രോഗികളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി ബുദ്ധിമുട്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് എന്നുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും, എല്ലാ നാട്ടുകാർക്കും, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും, സ്നേഹിതന്മാർക്കും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ
വിവിധ കക്ഷി രാഷ്ട്രീയ മതസംഘടനകൾ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട CPIM-ന്റെ പ്രതിനിധി CM മുസ്തഫ, മുസ്ലിം ലീഗിന്റെ പ്രതിനിധി K അബ്ദുൽ അസീസ്, കോൺഗ്രസിന്റെ പ്രതിനിധി ഫാറൂഖ്, മുസ്ലിം ജമാഅത്തിന്റെ പ്രതിനിധി പ്രിയപ്പെട്ട BTC മുഹമ്മദ് ബാക്കവി, SKSF-ന്റെ പ്രതിനിധിയായി പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട യൂസുഫ്, ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിനിധിയായി പങ്കെടുക്കുന്ന പുതുമ അബ്ദുൾ റസാഖ്, എല്ലാവരെയും പ്രിയപ്പെട്ട നമ്മുടെ ഈ പരിപാടിയിലെ മുഖ്യ അതിഥിയായി, നമ്മുടെ ഒരു മഹത്തായ കർമ്മം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ വേദിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്റെ വീടിന്റെ കുറ്റിയടിക്കൽ കർമ്മം സമാദരണീയനായിട്ടുള്ള നമ്മുടെ മത സാമൂഹിക രംഗങ്ങളിൽ നമ്മുടെ രാജ്യത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട മുനീർ ഉസ്താദ് ദാരിമിയുടെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് ഫിറോസ് കുന്നംപറമ്പിൽ നിർവഹിച്ചിട്ടാണ് ഈ വേദിയിലേക്ക് നമ്മൾ കടന്നു വന്നിട്ടുള്ളത്. പ്രിയപ്പെട്ട ഫിറോസ് കുന്നംപറമ്പിലിനെയും പ്രിയപ്പെട്ട പുളിക്കൽ ബാബുവിനെയും ചെയർമാൻ അഷറഫ്കയെയും മറ്റു മഹല്ല് ഭാരവാഹികളെയും വിവിധ കക്ഷി രാഷ്ട്രീയ മത സംഘടനാ പ്രവർത്തകന്മാരെയും നേതാക്കന്മാരെയും ഈ വേദിയിലേക്ക്, ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് നിയന്ത്രിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ഈ സംഘടനയുടെ അധ്യക്ഷൻ സമാദരണീയനായിട്ടുള്ള അഷ്റഫ്കയോട് ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഈ പരിപാടിയിൽ സംബന്ധിക്കാനെത്തിയ വിശിഷ്ട വ്യക്തി ബഹുമാനപ്പെട്ട ഫിറോസ് സാഹിബ്, അതുപോലെ തന്നെ പുളിക്കൽ ബാബു, ഞങ്ങളുടെ മഹല്ല് പ്രസിഡന്റ് സേതാജി തുടങ്ങിയ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഈ സദസ്സിൽ വേദിയിൽ സന്നിധരായിട്ടുള്ള മറ്റ് വ്യക്തിത്വങ്ങളെ, ഈ SOയിലെ കുടുംബാംഗങ്ങളെ, നല്ലവരായ നാട്ടുകാർ, തികച്ചും എക്കാപറമ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. കാരണം ഒരു വളരെ പാവപ്പെട്ട, പ്രയാസം അനുഭവിക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന ഒരു സുഹൃത്തിൻ്റെ ജീവിതത്തിന് ഒരു മറ്റൊരു വഴിത്തിലുണ്ടാകുന്ന ധന്യമായ മുഹൂർത്തത്തിലാണ് ഞാൻ നിലകൊള്ളുന്നത്. അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഞാനിവിടെ വിവരിക്കേണ്ടതില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഏതായിരുന്നാലും ആ പ്രയാസപ്പെട്ടവരുടെ വിഷയം ഞങ്ങളുടെ ഇസ്ലാ കമ്മിറ്റിയിൽ എത്തുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അന്താളിച്ച് നിൽക്കുന്ന സമയത്താണ് ഞങ്ങളിൽ ഒരു ബുദ്ധി ഉദിക്കുന്നത്. നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന പ്രശസ്തനായിട്ടുള്ള ശ്രീ ഫിറോസ് കുന്നംപറമ്പിൽ എന്ന മഹാവ്യക്തിത്വത്തെ സമീപിക്കുവാനുള്ള ഒരു ചിന്താഗതിയാണ് ഞങ്ങൾ ആദ്യമായിട്ട് ചിന്തിച്ചത്. അതിന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കതിന് യാതൊരു കഴിവുമില്ല, അതിന് യാതൊരു സ്വാധീനവുമില്ല എന്ന് ഞങ്ങൾ ചിന്തിച്ച് പ്രയാസപ്പെടുന്ന സമയത്താണ് ഞങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് അശരീരി പോലെ ഓരോ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തന്നത്. അതിൽ ഞങ്ങൾക്ക് പ്രധാനമായും ഞങ്ങളെ സഹായിച്ചത് ഒന്ന് ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് ബാബു കൃഷ്ണയാണ്, രണ്ട് നെന്തോടി, പിന്നെ മുഹമ്മദ് അലി തുടങ്ങിയ ഞങ്ങളുടെ ഈ കൂട്ടായ്മയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന നല്ലപരമായ സുഹൃത്തുക്കളുടെ ആത്മാർത്ഥമായ പ്രവർത്തനം കൊണ്ടും നിരന്തരമായ ശ്രമം കൊണ്ടും സർവശക്തന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഫിറോസ് കുന്നംപറമ്പിൽ എന്ന മഹത് വ്യക്തിയെ നമുക്ക് ഇന്നിവിടെ സന്നിധരാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതാണ്ട് 2 വർഷത്തോളമായി SY എന്ന ചാരിറ്റി സംഘടന പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. കമ്മിനർ പറഞ്ഞതുപോലെ ഏകദേശം 12ഓളം വരുന്ന മെമ്പർമാർ മാത്രം തുടങ്ങി വെച്ച ഒരു കൂട്ടായ്മ ഇന്ന് 117ഓളം വരുന്ന മെമ്പർമാർ വന്നു നിൽക്കുകയാണ്. ഏതാണ്ട് 115ഓളം പേർക്ക് 30,000-ഓളം അതിൽ കുറവായിട്ട് പല സംഖ്യകളും വ്യത്യസ്തമായിട്ട് പല ആവശ്യങ്ങൾക്കായിട്ടുള്ള ലോണുകൾ, വായ്പയും കൊടുത്തു. പലിശയില്ലാത്ത വായ്പകളും ഈ കമ്മിറ്റിക്ക് കൊടുക്കാൻ കഴിഞ്ഞു. 3-4 വീടുകൾ ഉണ്ടായി കൊടുക്കാൻ കഴിഞ്ഞു. മെഡിക്കലായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു. അതുപോലെ കുറെ കാര്യങ്ങൾ ഈ കമ്മിറ്റിക്ക്, ഈ കൂട്ടായ്മക്ക് ഈ പ്രദേശത്ത് നിന്നുകൊണ്ട് ചെയ്തു കൊടുക്കാൻ സാധിച്ചു. അത് മഹത്തായ ഒരു കാര്യം തന്നെയാണ്. ഇതിൽ രാഷ്ട്രീയമില്ല, മതത്തിലെ വേർതിരിവുകളില്ല, ഒന്നുമില്ലാതെ എല്ലാവരും കൂടി ഒരേ തോളായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മ എന്ന ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. ഏതായിരുന്നാലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട ഫിറോസ് സാഹിബ് ചെയ്ത വാട്സപ്പ് വീഡിയോ ഇതിലൂടെ, മെസ്സേജിലൂടെ നമുക്ക് ഏകദേശം ഒരു 35 ലക്ഷം രൂപയോളം പിരിഞ്ഞു കിട്ടുകയും ഞങ്ങളിവിടെ നല്ലൊരു സ്ഥലം കണ്ടെത്തുകയും ഒരു 8 സെന്റ് സ്ഥലം, 5 സെന്റ് സ്ഥലം ഈ കമ്മിറ്റിയും ബാക്കി 3 സെന്റ് സ്ഥലം അവരും വാങ്ങിച്ച് നല്ല മനോഹരമായ ഒരു സ്ഥലത്ത് പ്രകൃതി രമണീയമായ ഒരു സ്ഥലം ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അവിടെ പോയി അദ്ദേഹം
അദ്ദേഹത്തിന്റെ മഹത്തായ കരങ്ങളെന്ന് പറഞ്ഞാൽ മതിയാവില്ല. എന്തായാലും അദ്ദേഹത്തിന്റെ ആ കൈകളാൽ ഇന്ന് കുറ്റിയെടുക്കൽ ചർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഉടൻ തന്നെ വീടിന്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യുകയാണ്. നിങ്ങളെ എല്ലാവരും എനിക്ക് പ്രധാനമായി പറയാനുള്ളത്, നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹായവും സഹകരണവും ഞങ്ങളെ കൂട്ടായ്മയ്ക്ക് ഉണ്ടാവണമെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. ഈ പരിപാടിയിലേക്ക് നമ്മുടെ ഫിറോസ് സാഹിബിനെ രണ്ടു വാക്ക് സംസാരിക്കാൻ വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തെ സാധനം ക്ഷണിക്കുകയാണ്. ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ഫിറോസ് സാഹിബിനെ ഞാൻ ക്ഷണിക്കുന്നു. സ്വാഗതം. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സഹോദരൻ അബ്ദുൾ മജീദ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു വീടിന്റെ കുറ്റിയടിക്കൽ കർമ്മവുമായിട്ടാണ് നമ്മളൊക്കെ ഇവിടെ കൂടിയിട്ടുള്ളത്. ഈ സംഘടന അദ്ദേഹത്തിന്റെ വിഷയം ഏറ്റെടുത്ത് ഇതിന്റെ തൊട്ടപ്പുറത്ത് ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് വന്നപ്പോഴാണ് ആ കാര്യം എന്നോട് അവർ പറഞ്ഞത്. ആ സമയത്ത് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമ്പോൾ ഒരു സാധാരണ ഒരു രോഗിയുടെ വിഷയം കേൾക്കുന്നത് പോലെ തന്നെ ഞാനത് കേട്ടു. ഒരുപാട് രോഗികളുടെ കാര്യങ്ങൾ എടുത്തുള്ളത് കൊണ്ട് തന്നെ അത് തീർന്നതിന് ശേഷം ഇതിലേക്ക് കടക്കാം എന്നുള്ള രീതിക്ക് ഞാനിത് മാറ്റി ഒരു ഭാഗത്തേക്ക് വെച്ചു. ഏകദേശം ഒരു മാസം കഴിഞ്ഞ് രണ്ടാമത്തെ മാസത്തേക്ക് ഇങ്ങനെ കിടന്നു. പക്ഷെ ഈ കമ്മിറ്റിക്കാർ നിരന്തരം ഈ ഒരു വിഷയവുമായിട്ട് എന്നെങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ ഇതൊരു സാധാരണ വിഷയം എന്നുള്ള നിലക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നീട് കഴിഞ്ഞ മാസം ദുബായിലേക്ക് പോയപ്പോ ബാബുക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ആ കൈ ഇങ്ങോട്ട് കാണിക്കാൻ പറഞ്ഞു. കൈ കാണിച്ചിട്ട് സത്യം ചെയ്യിപ്പിച്ചു, നാട്ടിൽ പോയാൽ ആദ്യം ഈ വീര്യം ചെയ്തിട്ടേ ഇനി നീ മറ്റുള്ള പരിപാടിക്ക് പോകാൻ പാടുള്ളതായി. ശരി, ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നാട്ടിൽ വന്ന് ക്വാറന്റൈൻ കഴിഞ്ഞ് നേരെ വരുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ്. ആ വീടിനകത്തേക്ക് കയറി മജീദൊക്കെ കിടക്കുന്ന റൂമിലേക്ക് കയറിയപ്പോഴാണ് ശരിക്കും ഇതിന്റെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇതുപോലെ ഒരുപാട് രോഗികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഷുഗർ വന്നിട്ടും ആക്സിഡന്റ് വന്നിട്ടൊക്കെ കാല് മുറിച്ചു മാറ്റുന്ന രോഗികളുണ്ട്. ഇന്നലെ എന്റെ നാട്ടില് പോത്തുണിയുടെ ആ ഭാഗത്തുള്ള ഒരാളെ ഞാൻ കാണാൻ വേണ്ടി പോയി. അദ്ദേഹത്തിന് ഷുഗർ ബാധിച്ച് രണ്ട് കാലും മുട്ടിന്റെ തൊട്ട് താഴെ വെച്ച് മുറിച്ചു മാറ്റിയിട്ട് അദ്ദേഹം ഇങ്ങനെ കിടക്കണം. രണ്ട് പെൺകുട്ടികളും ചെറിയ ഒരു ആൺകുട്ടിയാണുള്ളത്. സ്വന്തമായിട്ട് വീട് പോലും ഇല്ല. ഇതാണ് ആ കുടുംബത്തിന്റെ അവസ്ഥ. അതുപോലെ ഒരുപാട് രോഗികളുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ എത്രയോ വ്യത്യസ്തമായിട്ട്, അവരിൽ നിന്നൊക്കെ എത്രയോ ദയനീയമായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. കാരണം അദ്ദേഹത്തിനുണ്ടായ മക്കളിൽ 2 മക്കളും മാനസിക രോഗികളായ ആളുകൾ. ഈ ലോകത്ത് നേരം വെളുക്കുന്നുണ്ടോ, ഇരുട്ടാകുന്നുണ്ടോ, മഴ പെയ്യുന്നുണ്ടോ, അല്ലെ, ഒന്നും അറിയില്ല. രാവിലെ എഴുന്നേറ്റാല് വിശക്കുമ്പോ ആരുടെയെങ്കിലുമൊക്കെ മുന്നിൽ കൈ നീട്ടി ആ പൈസ കൊണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കഴിച്ച് ഇങ്ങനെ ഊരു ചുറ്റി വൈകുന്നേരമാകുമ്പോൾ വീട്ടിൽ പോയി കിടക്കുന്ന 2 മക്കള്. അതുപോലെ തന്നെ കെട്ടിച്ചു കൊടുത്ത 2 പെൺകുട്ടികളിലെ ഒരാൾക്ക് അവരുടെ മരുമകനും ഒരാൾക്ക് ബ്രെയിൻ ട്യൂമർ. സ്വന്തമായിട്ട് വീടുമില്ല. ഞാൻ നോക്കിയപ്പോ ഇത്രയും ദയനീയമായി ജീവിക്കുന്ന ഒരു കുടുംബം വേറെ കാണില്ല എന്നുള്ളതാണ്. അത് ഈ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞപ്പോ സോഷ്യൽ മീഡിയയിലൂടെ എന്നെ കാണുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന, അതല്ലെങ്കിൽ ആര് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ ചൂണ്ടിക്കാണിച്ചാലും അതിലേക്ക് സഹായിക്കുന്ന ഒരു പറ്റം ആളുകൾ, അവരെ കൊണ്ട് കഴിയുന്ന സഹായം നൽകിയതിന്റെ പേരിലാണ് 1-2 ദിവസം കൊണ്ട് ഈ പറഞ്ഞതുപോലെ 30-ഓ 35-ഓ അങ്ങനെ എന്തോ ആണ്. ഞാൻ അതിനെ കുറിച്ച് നേരെ ചോദിച്ചിട്ടൊന്നുമില്ല. കാരണം ഇവിടെ ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയാണ് ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അത്രയും ലക്ഷം രൂപ അത് സമാഹരിച്ച് നൽകാൻ സാധിച്ചു. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഒരു വ്യക്തി, അത് ഇവിടുത്തെ ബന്ധപ്പെട്ട ആളുകൾക്ക് അറിയാം അത് ആരാണെന്നൊക്കെ, വീടും സ്ഥലമൊക്കെ കൊടുത്തതിന്റെ ആരാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അദ്ദേഹം ആദ്യമായിട്ടൊന്നുമല്ല
അദ്ദേഹം ഇത്തരത്തിലുള്ള സഹായങ്ങൾ കൊടുക്കുന്നത്. ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന വലിയൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെയാണ് ബാബുക്ക്. എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും വാരിപ്പോയി തരും. ഒറ്റ കാര്യം പറയുള്ളത് ആരും അറിയാൻ പാടില്ല. ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ സഹായങ്ങൾ തരും, പക്ഷെ ആരും അറിയാതെ അത് കൊടുക്കണം എന്ന് പറയുന്ന അത്തരം ആളുകളൊക്കെയാണ് നമ്മുടെ സമൂഹത്തിന്റെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. കാരണം ഓരോ ദിവസവും നമ്മുടെ മുന്നിലേക്ക് കരഞ്ഞു കൊണ്ടെത്തുന്ന രോഗികളെ കാണുമ്പോൾ ശരിക്കും നമുക്ക് തന്നെ അതൊരു ഒരു വല്ലാത്തൊരു രീതിയിലേക്കാണ് പോകുക. കാരണം ഇത്രയും രോഗികൾ, ഇവരൊക്കെ എങ്ങനെയാണ് ഇവരുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോവാ എന്ന് തോന്നിക്കും. ഇന്ന് രാവിലെ കടബാധ്യതയുമായിട്ട് 4 കുട്ടികളെയും കൂട്ടിട്ട് കാസർഗോഡ് വീട്ടിലേക്ക് വന്നിരിക്കുക. ഓരോ മനുഷ്യനും, അതായത് നമുക്കിടയിലൊക്കെ ഇതുപോലെ വേദനിക്കുന്ന വിഷമിക്കുന്ന എത്രയോ ആളുകളുണ്ട്. നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ഈ മുറ്റത്തെ മുല്ലേക്ക് മണമില്ലാതെ പറയുന്നത് പോലെ നമുക്ക് ഇത്തരം ആളുകളെ കാണുമ്പോൾ ഒരു പക്ഷേ അത് മനസ്സിലാക്കാൻ സാധിക്കാതെയോ അല്ലെങ്കിൽ ചെറുപ്പം മുതലേ നമ്മൾ അവരെ കാണുന്നത് കൊണ്ട് തന്നെ നമ്മളത് എന്നും കാണുന്ന ലാഘവത്തോടു കൂടി നമ്മളത് ഇങ്ങനെ എഴുതിത്തള്ളിവിടും. പക്ഷേ ഞങ്ങളെ പോലെയുള്ള ആരെങ്കിലുമൊക്കെ വന്ന് അവരുടെ യഥാർത്ഥ സ്ഥിതി പുറത്തു വിടുമ്പോഴാണ് ഒരു പക്ഷേ ഈ നാട്ടിലെ ആളുകൾ വരെ ചിന്തിച്ചു പോകും. ബാബുക്ക് എന്റെ അടുത്ത് വന്ന് ആ വീഡിയോ കണ്ടിട്ട് അത് വല്ലാത്തൊരു അവസ്ഥയാണല്ലോ പറയുന്നത്, കാലൊക്കെ എങ്ങനെ ഇരിക്കണല്ലോ. അത് അങ്ങനെയാണ്. അതിങ്ങനെ കാണുമ്പോഴാണ് അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാവുള്ളൂ. കാരണം ഞങ്ങൾ 3-4 മിനിറ്റ് കൊണ്ട് അവരുടെ യഥാർത്ഥ സ്ഥിതിഗതികൾ നിങ്ങളുടെ മുന്നിലേക്ക് അങ്ങനെ കൂട്ടി യോജിപ്പിച്ചു വിടുമ്പോഴാണ് ഇതാണ് അവരുടെ അവസ്ഥ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുപോലെ ഒരുപാട് രോഗികളുണ്ട്. കിഡ്നി പോയ രോഗികൾ, ക്യാൻസർ ബാധിച്ച ആളുകൾ, മച്ച മാറ്റിവെക്കേണ്ട ആളുകൾ. ഇപ്പൊ എന്റെ ചെവിയിലോ എന്ന് പറഞ്ഞില്ലേ, 11 വയസ്സുകാരനായ ഒരാൺകുട്ടി മച്ച മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടിക്ക് ഏകദേശം 50 ലക്ഷം രൂപയോളം വേണം. സീരിയസ് ആണ്. എത്രയും പെട്ടെന്ന് ആശുപത്രിക്ക് കൊണ്ടുപോകണം. ഒരു ആശാരിയാണ് അല്ലെ കുട്ടിയുടെ അച്ഛൻ, ആശാരിയാണ്. ഒരു ആശാരിക്ക് എങ്ങനെ പോയാലും ഒരു കുറച്ചു നേരം കൂടുതൽ പണിയെടുത്താൽ ഒരു ദിവസം ഉണ്ടാക്കാൻ പറ്റുന്നത് 1000 രൂപയാണ്. 1000 രൂപ ഡെയിലി വരുമാനം ഉണ്ടാക്കുന്ന ഒരു ആശാരി 50 ലക്ഷം രൂപ ഉണ്ടാക്കണമെങ്കിൽ ഒരു പക്ഷെ ഈ ആയുസ് കൊണ്ടൊന്നും തീരൂല. ആ കുട്ടി ചികിത്സ കിട്ടാതെ മരിച്ചു പോകും എന്നല്ലാതെ ഒരിക്കലും അവർക്ക് കുട്ടിയെ ചികിത്സിക്കാൻ കഴിയില്ല. ഇതുപോലെ എത്ര രോഗികളാണ് നമുക്കിടയിലുള്ളത്. അപ്പൊ അത്തരം ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ എന്താണ് അതൊക്കെ ചെയ്യും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിന്റെയൊക്കെ ഇടയിൽ നിൽക്കുന്ന ഒരു മീഡിയേറ്റർ മാത്രമാണ്. എനിക്ക് തന്നിട്ടുള്ള സമയം, അതല്ലെങ്കിൽ എനിക്ക് തന്നിട്ടുള്ള ഒരു ആയുസ്, അത് ഇത്തരം ആളുകളുടെ മുന്നിലേക്ക് ഓടിയെത്താനും അവരുടെ വീഡിയോകളൊക്കെ ഇങ്ങനെ പകർത്തി നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചു തരാനും വേണ്ടി മാത്രമുള്ള ഒരു മീഡിയേറ്റർ ആയിട്ട് ഞാൻ പ്രവർത്തിക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ആരും അറിയാതെ ഇതിന്റെ അണികറയിൽ ഇരുന്നുകൊണ്ട് അവന്റെ സമ്പാദ്യത്തിന്റെ ഒരു വിഹിതം ഇത്തരം ആളുകൾക്ക് നൽകുന്നവരാണ് യഥാർത്ഥത്തിലുള്ള നന്മയുള്ള ആളുകൾ. അത്തരം ആളുകളൊക്കെ ഉള്ളതിന്റെ പേരിൽ മാത്രമാണ് ഇന്നും ഇത്തരത്തിലുള്ള ആളുകളൊക്കെ സമാധാനത്തോടു കൂടി ജീവിച്ചു പോകുന്നത്. അതല്ലാതെ ഈ പറയുന്നത് പോലൊന്നുമല്ല. എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ വിമർശിക്കുന്ന ആളുകൾ ഒരു വശത്ത്, അതല്ലെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഒരു വശത്ത്, ഇത് രണ്ടിന്റെയും ഇടയിൽപ്പെടാതെ മറ്റൊരു വശത്ത് വേറെ കുറച്ച് ആളുകൾ, അതല്ലെങ്കിൽ ഞങ്ങൾ ഈ ലോകത്തെയല്ല ജീവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ജീവിതത്തിൽ സുഖവും സന്തോഷവും മാത്രം നേടിപ്പോകുന്ന ഒരു വിഭാഗം അപ്പുറത്ത് നിൽക്കുമ്പോൾ ഈ കുറഞ്ഞ ന്യൂനപക്ഷമായിട്ടുള്ള ഒരു വിഭാഗം അവർക്ക് കിട്ടുന്ന സമ്പാദ്യത്തിന്റെ ഒരു വിഹിതം കൊണ്ടാണ് ഇന്ന് കേരളത്തില് എന്നെ പോലെയുള്ള അതല്ലെങ്കിൽ മറ്റുള്ള ചാരിറ്റി പ്രവർത്തകരൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഇത്തരം രോഗികളൊക്കെ ശരിക്കും പറഞ്ഞാൽ ചികിത്സിച്ചും മരിക്കാതെയൊക്കെ ജീവിച്ചു പോണതൊക്കെ അതിന്റെ അടിസ്ഥാനത്തിലാണ്. എന്താണെങ്കിലും അത് ഇനിയും തുടരണം എന്നാണ് എനിക്ക് എന്റെ പ്രിയപ്പെട്ടവരോടൊക്കെ പറയാനുള്ളത്. കാരണം നിങ്ങളിലൂടെയാണ് ഈ പാവങ്ങളൊക്കെ വേദനയില്ലാതെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾ കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഇവിടെ ഒരു രക്ഷയും ഇല്ല എന്നുള്ളതാണ്. അത് തുറന്നുകൊണ്ടേയിരിക്കണം. പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത് ഇതിന്റെ ഈ സംഘടനയെ കുറിച്ചാണ്. എക്കാപ്പറമ്പ് ശിഹാബ് തങ്ങൾ വെൽഫെയർ അസോസിയേഷന്റെ പ്രവർത്തനയെ കുറിച്ച് തന്നെയാണ്. കാരണം നിങ്ങൾക്ക് ഇപ്പൊ നേരത്തെ ഈ കമ്മിറ്റിയുടെ പറഞ്ഞിട്ടായിരുന്നു 3-4 വീടുകൾ ഉണ്ടാക്കി കൊടുത്തു. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ കാര്യം ഈ സംഘടന ഏറ്റെടുത്തുകൊണ്ട് മാത്രമാണ് അതിന്റെ മുന്നിലേക്ക് എത്തിയത്. അതല്ലെങ്കിൽ ഇപ്പോഴും അദ്ദേഹം ആ കട്ടിലേ കിടക്കുന്നുണ്ടാവും, മക്കൾ ഇങ്ങനെ അണിഞ്ഞിട്ട് നടക്കുന്നുണ്ടാവും. ഒരു പക്ഷേ വീടിന് വാടക കൊടുക്കാനില്ലാതാവുമ്പോ പെരുവഴിയിലേക്ക് എത്തേണ്ട സാഹചര്യം ഉണ്ടാവും. അപ്പോഴും ഒരു പക്ഷേ നമ്മൾക്കൊന്നും അവരെ മനസ്സിലാക്കാൻ സാധിക്കില്ല. നമ്മളൊക്കെ സാധാരണ കാണുന്ന ആളുകളെ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്ത് നമ്മളൊക്കെ മുന്നോട്ട് പോകും. പക്ഷേ ഇത്തരം സംഘടനയുടെ മുന്നിൽ വന്ന് പെട്ടതുകൊണ്ടും അവർക്ക് ഇവരെ സഹായിക്കണം എന്നുള്ള ഒരു തോന്നലുള്ളതുകൊണ്ടും അതെങ്ങനെയൊക്കെയോ എന്റെ മുന്നിലേക്ക് എത്തിപ്പെട്ടത് കൊണ്ടൊക്കെയാണ് ഇതിപ്പോ കുടുംബത്തിന് ഇങ്ങനെ ഒരു സഹായം എത്തിക്കാൻ സാധിച്ചത്. പിന്നെ പല ആളുകളും പറയാറുണ്ട് 10 ലക്ഷം വേണ്ട രോഗിക്ക് എന്തിനാണ്
20 ലക്ഷം 30 ലക്ഷം ഒക്കെ നിങ്ങൾ കൊടുക്കണമെന്ന് ചോദിക്കും. കൊടുക്കുന്നത് ഞാനല്ല. ഇതൊക്കെ നമ്മളൊരു അക്കൗണ്ട് നമ്പർ വെക്കുമ്പോൾ ആളുകൾ അങ്ങോട്ട് ഇടുന്നതാണ്. ഒരൊറ്റ രാത്രി കൊണ്ട് അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ടൊക്കെ ഒരു അക്കൗണ്ടിലേക്ക് പൈസ വന്ന് കയറും. ഇതിനിപ്പോ എനിക്ക് ഉത്തരവാദിത്വം ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇന്ന് 5 മണിക്ക് ഞാൻ ഇടുന്ന വീഡിയോക്ക് ചിലപ്പോൾ നേരം കൊടുക്കുമ്പോൾ 1 കോടി രൂപ എത്തും. അത് ഓരോ ആളുകളും ആ രോഗിയുടെ വിഷമം മനസ്സിലാക്കുന്നത് പോലെയാണ്. ഇല്ലാതെ ഞാനൊരു കോടി രൂപ കൊണ്ടുപോയിട്ട് ഏരിയയിൽ കൊണ്ട് തുകയിൽ കയറ്റുന്നതല്ല. അത് 500ഉം 1000ഉമായിട്ട് ആയിരക്കണക്കിന് ആളുകള് ഒരു പക്ഷേ 1 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് അക്കൗണ്ടിലേക്ക് അങ്ങോട്ട് ഇടുമ്പോ ഈ പറഞ്ഞതുപോലെ 10 ലക്ഷം 20 ലക്ഷം 50 ലക്ഷം 1 കോടി രൂപയൊക്കെ ആയിട്ട് മാറും. നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി നീതി നടപ്പാക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മളോട് ആവശ്യപ്പെടുന്നത് 20 ലക്ഷം രൂപയാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് 5-10 ലക്ഷം രൂപ കൂടി ആ കുടുംബത്തിന് കൊടുത്തിട്ട് ബാക്കി വരുന്ന പൈസയെ മറ്റു രോഗികൾക്ക് വീതിച്ചു കൊടുക്കും. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ ഒരു വേദി. കാരണം ഈ പറയുന്ന വ്യക്തിക്ക് ഇങ്ങനെ ഒരു കമ്മിറ്റി മുഖാന്തരം നമ്മളൊരു വീഡിയോ ചെയ്തു. അതിലൂടെ ഈ പറഞ്ഞതുപോലെ 35 ലക്ഷം വന്നെന്ന് പറഞ്ഞത് 35 ലക്ഷം രൂപ എന്തോ വന്നു എന്ന് പറഞ്ഞു. ബാക്കി അദ്ദേഹത്തിനുള്ള സംഖ്യ മാറ്റിവെച്ച് ബാക്കി വന്ന സംഖ്യ 12 രോഗികൾക്ക് വീതിച്ചു കൊടുക്കാൻ സാധിച്ചു. അതായത് ഒരു കുടുംബത്തിന്റെ ഒരു രോഗിയുടെ വീഡിയോയിലൂടെ മറ്റ് 12 പേരുടെ പ്രയാസങ്ങൾ തീർക്കാനും കൂടി നമ്മളെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. ഇവിടെ ഈ ന്യായവും നിയമവും ഒപ്പൊക്കെ നോക്കിപ്പോയി കഴിഞ്ഞാല് ഈ പറഞ്ഞ രോഗികൾക്ക് അവിടെ അങ്ങനെ കിടക്കുന്ന മാത്രമേ ഉള്ളൂ. പല ആളുകളും പറയാറുണ്ട്, ഇത്തരം ആളുകളൊക്കെ വരുമ്പോ അതല്ലെങ്കിൽ എന്തിനാണ് ഇവരുടെ മുഖം കാണിക്കുന്നത്, ഇവർക്കൊക്കെ അതൊരു അപമാനമല്ലേ, അതല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പൈസ ഉണ്ടാക്കി കൊടുത്തത്, അങ്ങനെ പല രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളെ ഞാൻ കാണാറുണ്ട്. ഞാൻ ആ സമയത്തൊക്കെ അവരോട് ചോദിക്കാനുള്ളത്, ഒരു മനുഷ്യൻ രോഗം വന്ന് ചികിത്സിക്കാൻ പൈസ ഇല്ലാതെ മരുന്ന് വാങ്ങിക്കാൻ പൈസ ഇല്ലാതെ കുടുംബം ഒന്നിച്ചിങ്ങനെ ആലോചിക്കുകയാണ്, ആത്മഹത്യ ചെയ്യണോ ജീവിക്കണോ എന്ന് ആലോചിച്ചിരിക്കുന്ന ഒരു കുടുംബം അവസാന ഘട്ടത്തിന്റെ ഒരു ആശയം എന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് വന്നിട്ട് അവരുടെ ഒരു വീഡിയോ ഇടുമ്പോ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇത്തരത്തിലൊക്കെയാണ്. അപ്പോ എന്റെ മുന്നിലേക്ക് അത്തരം ആളുകൾ വരുമ്പോൾ എനിക്ക് തോന്നാറുള്ളത്, ഇത്തരം ആളുകളെ മരണത്തിന് വിട്ടുകൊടുക്കണോ, അതല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ മറ്റുള്ള ആളുകൾ ഇങ്ങനെ കമലിടുന്ന പോലെ അഭിമാനവും അന്തസ്സൊക്കെ നോക്കിയിട്ട് നമ്മൾ നിൽക്കണേ എന്നുള്ളതാണ്. അവരെ മരണത്തിന് വിട്ടുകൊടുക്കാതെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതൊക്കെ നമ്മൾ ചെയ്യുന്ന രീതികളാണ് ഇതൊക്കെ. ഒരു പക്ഷേ ഇത്തരം പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടാവുമായിരിക്കാം. ആ തെറ്റൊന്നും എന്റെ രീതിക്ക് ഞാനത് തെറ്റായിട്ട് കാണുന്നില്ല. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അന്ന് ചെയ്തതെന്നാണോ ഇന്നും അത് തന്നെയാണ് ഞാൻ ചെയ്തു പോകുന്നത്. ഞാൻ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂല് ഏകദേശം 2-3 വർഷം മുൻപ് നമ്മുടെ കമാൽപാട്ട് സാറൊക്കെയുള്ള ഇന്റർവ്യൂല് ഞാൻ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അത് അന്ന് എന്താണോ പറഞ്ഞത് ഇന്നും അത് തന്നെയാണ്. അതിലൊരു മാറ്റവും വരുത്തുന്നില്ല, ഇനി വരുത്താൻ തീരുമാനിച്ചിട്ടില്ല. ഒരുപാട് വിമർശകർ ഇങ്ങനെ കൂടെ കൂടിയിട്ടുണ്ട്. നിരോധിക്കുന്ന പറമ്പിൽ അത് ചെയ്യണോ ഇത് ചെയ്യണോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അത്തരം വിമർശകരൊക്കെ അവരിങ്ങനെ പറയുന്നതോറും അതിന് മറ്റൊരു ചെവിയിലൂടെ കേട്ട് ഒരു ചെവിയിലൂടെ പുറത്തു തള്ളിയിട്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നത്. കാരണം അത്തരം വിമർശിക്കുന്ന ആളുകൾ അതെന്തുകൊണ്ടാണ് വിമർശിക്കുന്നതൊക്കെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞു തുടങ്ങിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ശക്തമായ വിമർശനങ്ങൾ ഉണ്ടായിട്ട് പോലും നമ്മൾ ചെയ്ത വീഡിയോക്ക് ഒരു കുറവുമില്ലാതെ ആളുകൾ പൈസ അയക്കുന്നു, പ്രശ്നങ്ങൾ തീർക്കാൻ സാധിക്കും. പറഞ്ഞു വന്നത്, ഇത്തരം ആളുകളുടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ ഇതാ ഇവിടെ അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നത് പോലെ 10-12 രോഗികൾക്ക് വലിയ ഒരു ആശ്വാസമായിട്ട് നമുക്കതിനെ മാറ്റാൻ സാധിക്കും. എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, നിങ്ങളൊക്കെ ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് വരണം. ഇത്തരം സംഘടനയുടെ ആളുകളായിട്ട് നിങ്ങൾ മാറണം. ഇത്തരം സംഘടനയിൽ ചേർന്നുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കണം. നമ്മുടെ നാട്ടില് ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകളുണ്ട്. ചില ആളുകളൊക്കെ, ചില കുടുംബങ്ങളൊക്കെ പട്ടിണിയാണ്, ചില കുടുംബങ്ങളിലൊക്കെ അതിന്റെ പ്രയാസങ്ങളുണ്ട്. മാനാഭിമാനം കൊണ്ട് പുറത്തു പറയാതെ മുന്നോട്ട് പോകുന്ന ആളുകളാണ്. കഴിഞ്ഞ ദിവസം എന്റെ നാട്ടിലെ ഒരു ബാബുണ്ട്, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി. അദ്ദേഹം കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ഒരാളാണ്. ആ വീട്ടിലേക്ക് പോയിട്ട് അവിടെ സമ്പാദിക്കുന്ന ആളുകളൊന്നുമില്ല. പ്രായമായിട്ടുള്ള വാപ്പയും ഉമ്മയും അദ്ദേഹത്തിന്റെ ഭാര്യയും 2 കുട്ടികളാണ്. ഞാൻ അവിടെ പോയി ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ അവരോട് ചോദിച്ചു, എങ്ങനെയാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നതെന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞത്, റേഷനേരി കിട്ടുന്നുണ്ട്, പിന്നെ പെൻഷൻ 1200 പെൻഷൻ ഉണ്ട്, അതൊന്നുമില്ല, അതുകൊണ്ട് ഇങ്ങനെ പോവാണ് എന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ അവരോട് ചോദിച്ചു, ഈ റേഷനേരി മാത്രം കിട്ടിയാൽ എങ്ങനെയെങ്കിലും ജീവിക്കാം എന്ന് ചോദിച്ചു. അപ്പൊ അവരൊന്ന് കരയാൻ തുടങ്ങി. അതായത് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മളോട് അഭിമാനം കൊണ്ട് പലതും മറച്ചു വെച്ച് ഉണ്ടായിരിക്കുന്ന ഒരു സംഭവങ്ങളാണ്. അപ്പൊ തന്നെ എന്റെ കൂടുള്ള ഷിഹാബിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഷിഹാബ് എല്ലാ മാസവും ഇവർക്ക് വേണ്ട പലചരക്ക് സാധനങ്ങൾ അവിടെ
കുടുംബക്കാരെ കടയിൽ പറഞ്ഞേൽപ്പിക്കുക, എന്നിട്ട് വാങ്ങിച്ചുകൊണ്ടോളം പറഞ്ഞാൽ ഇത് തന്നെ അതിന്റെ സംവിധാനങ്ങൾ ചെയ്തു കൊടുത്തോളം പറഞ്ഞിട്ട് ഞാൻ അവിടെ തുടങ്ങി വരച്ചു. അപ്പൊ ഇതുപോലുള്ള എത്രയോ ആളുകൾ നമുക്കിടയിലുണ്ട്. നമ്മളെല്ലാവരും ഈ സംഘടനയുടെ കൂടെ ഒന്നിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ദിവസത്തെ വേതനത്തിന്റെ പകുതി പൈസ നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ നാടിന്റെ അല്ലെങ്കിൽ ഈ സംഘടന പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നതിന്റെ പരിസര പ്രദേശത്തെ ഒരുപാട് ആളുകളുടെ പട്ടിണി മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത്തരം രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ നമുക്ക് ചേർത്ത് പിടിക്കാൻ സാധിക്കും. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ നാട്ടിലുള്ള ആളുകളെയൊക്കെ നമ്മുടെ സ്വന്തം കുടുംബക്കാരെ പോലെ തന്നെ കണ്ടുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അതല്ലാതെ മറ്റുള്ള ആളുകളെ പോലെ ഇത് ഇവരുമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ മാറി നടക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സംഘടനയുമായി ചേർന്നുകൊണ്ട് എല്ലാവരും പ്രവർത്തിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. എന്താണെങ്കിലും ഇങ്ങനെ ഒരു വേദിക്ക് ഇതുപോലെ ഒരു പരിപാടി നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചത് ഇതൊക്കെ ഒരു മാതൃകാ പ്രവർത്തനമാണ്. നാളെ ഭാവിയിൽ ഒരു പക്ഷേ ഇനി ഒരു ഫിറോസ് കുന്നപ്പറമ്പിൽ തെരഞ്ഞു വരേണ്ടി വരില്ല. കാരണം ഇനി അടുത്ത ഇതുപോലെ എന്തെങ്കിലും കേസൊക്കെ വരുമ്പോ ഈ സംഘടനകളിൽ ആരെങ്കിലും തന്നെ ഇതുപോലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഏറ്റെടുക്കും. നിങ്ങൾ വീഡിയോ ചെയ്യും, അതിലേക്ക് ആരെങ്കിലും ഒക്കെ സഹായിക്കും. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഒരു വഴിയിലൂടെ ഞാനിപ്പോ മറ്റേ കോഴിക്കോട് മിനിഞ്ഞാന്ന് ഒരു കുട്ടിയുടെ ലിവർ മാറ്റി വെക്കുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ട് എന്നെ വിളിച്ചു. കുട്ടിയുള്ളത് ചെന്നൈ ആശുപത്രിയിൽ. ഞാൻ പറഞ്ഞു കുട്ടിയെ കാണാതെ ഞാൻ എങ്ങനെയാണ് വീഡിയോ ചെയ്യാം, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും വീഡിയോ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇട്ടുതരാൻ പറഞ്ഞു. അവർ ആശുപത്രിയിൽ നിന്നൊരു വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തന്ന് ഞാനത് വൈകുന്നേരം പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. വൈകുന്നേരം പോസ്റ്റ് ചെയ്യാനിരിക്കും. പിന്നെയും അവിടെ നിന്നൊരു കോൾ വന്ന് നാട്ടുകാരെല്ലാവരും കൂടി വീഡിയോ കണ്ടപ്പോ എല്ലാവരും കൂടി ഒന്ന് കൈകോർത്തു. കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി 30 ലക്ഷം രൂപ ഈ സമയം കൊണ്ട് ഞങ്ങൾ പിരിച്ചിട്ടുണ്ട്. ഫിറോസിന് അത് ചെയ്യണ്ട, ഡിലേറ്റ് അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞത്. അതാണ് ആ നാട്ടുകാരെല്ലാവരും കൂടി ഒത്തൊരുമിച്ചപ്പോണ്ടായ ഒരു റിസൾട്ട്. ഇത്തരത്തിലുള്ള ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ നമ്മളെല്ലാവരും വിചാരിച്ചാൽ സാധിക്കും. ഇത് വലിയ എന്താ പറയാ മലമറുക്കുന്ന പണിയൊന്നുമല്ല. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ അതുകൊണ്ട് ഇതുമായിട്ട് നമ്മളെല്ലാവരും സഹകരിച്ചു പോവുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ സാധിക്കും. എല്ലാവരും ഇത്തരം സംഘടനയുമായിട്ട് സഹകരിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. അസ്സലാമു അലൈക്കും. നമ്മള് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 35 ലക്ഷം രൂപയാണ് നമ്മുടെ അക്കൗണ്ടിൽ വന്നിട്ടുള്ളത്. 4 ദിവസം കഴിഞ്ഞ് നമ്മളത് ക്ലോസ് ചെയ്തു. 20 ലക്ഷം രൂപ നമ്മളെ കുടുംബത്തിന് കൊടുക്കാമെന്നു 15 ലക്ഷം രൂപ ഈ പ്രദേശത്തുള്ള വിവിധ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആ രോഗികളുടെ പേരും അവരുടെ രോഗവും മാത്രമേ പറയുന്നുള്ളൂ. അത് ഏറ്റുവാങ്ങുന്നത് ഇതിന്റെ കമ്മിറ്റിയിൽപ്പെട്ട ഈ മജീദ് എന്ന സഹോദരന്റെ വീടും സ്ഥലവും 20 ലക്ഷത്തിന് പുറമെ വേറെ നമ്മൾ എടുത്തു കൊടുക്കുന്നുണ്ട്. ഇസ്രായേലിൽപ്പെട്ട ഒരു സഹോദരൻ തന്നെയാണ് അത് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. ഇത് ഏറ്റുവാങ്ങുന്നത് കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഇതിന്റെ മെമ്പർമാരാണ്. നമ്മൾ പിന്നീട് അവരുടെ വീടുകളിലേക്ക് ആ ചെക്ക് എത്തിച്ചു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ രണ്ട് കിഡ്നിയും പോയി കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസ് സെന്ററിൽ നിന്ന് ഇപ്പോൾ ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മുജീബ് കുന്നത്തിനുള്ള ചെക്ക് ഏറ്റുവാങ്ങുന്നത് നമ്മുടെ ഇസ്വാ ഡയറക്ടർ ബോർഡംഗം ഹസൻ ഹാജിയാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അത് കൊടുക്കുന്നതിന് വേണ്ടി ഫിറോസ് സാഹിബിനെ സാദരം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി 2 കിഡ്നിയും നഷ്ടപ്പെട്ട് വാഴക്കാട് ഇക്കർ ഹോസ്പിറ്റലിൽ നിന്ന് ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൊടക്കാടൻ സലീം അവർക്കുള്ള ചെക്ക് കൈമാറുകയാണ്.
ഏറ്റുവാങ്ങാൻ വേണ്ടി ഇസ്വ ഡയറക്ടർ ബോർഡ് അംഗം ബാവ പാണക്കാട് അവരെ സ്വാഗതം ചെയ്തു. അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട മജീദ് കെയുടെ മരുമകൻ ക്യാൻസർ പിടിപെട്ട് വളരെ വിഷമത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, ചെറുപ്പക്കാരനാണ്. 2 ചെറിയ കുട്ടികളുള്ള രാമനാട്ടുകര പുല്ലിപ്പറമ്പ് സ്വദേശിയാണ് നിസാർ എന്ന നമ്മുടെ മജീദ് കെയുടെ മരുമകനാണ്. അവർക്കുള്ള ചെക്ക് കൈമാറുകയാണ്. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പുതുമ അബ്ദുറസാഖിനെ ക്ഷണിക്കുന്നു. അടുത്തതായി താമളിയിൽ താമസിക്കുന്ന ഫാത്തിമ, ആലിങ്ങൽ ഫാത്തിമ എന്ന സഹോദരി ക്യാൻസർ പിടിപെട്ടുകൊണ്ട് വളരെ പ്രയാസത്തിലാണ്. അവർക്കുള്ള ചെക്ക് ബഹുമാന്യനായ പുളിക്കൽ ബാബു കൈമാറുകയാണ്. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഐസ്വ ഡയറക്ടർ ബോർഡ് അംഗം പള്ളിപ്പറമ്പൻ മൊയ്തീൻ സാഹിബിനെ ക്ഷണിക്കുന്നു. അതുപോലെ ഒരു ക്യാൻസർ പേഷ്യന്റ് ആയിട്ടുള്ള ബംഗളത്ത് മുഹമ്മദ് ഇൽക്കയുടെ മകൾ ഖദീജ എന്നവർക്കുള്ള ചെക്ക് കൈമാറുകയാണ്. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഇസ്വ ഡയറക്ടർ ബോർഡ് അംഗം പയരി മുഹമ്മദ് ജമാൽ അവരെ ക്ഷണിക്കുന്നു. അടുത്തത് ചന്ദനക്കാവിൽ താമസിക്കുന്ന അബുകാക്ക. നമുക്കറിയാം, ഏറെ കാലമായി കിടപ്പ് രോഗിയാണ്, വളരെ പ്രയാസത്തിലാണ്. അവർക്കുള്ള ചെക്ക് ഏറ്റുവാങ്ങാൻ വേണ്ടി അലവിയാക്ക പയരി അലവിയാജിയെ ക്ഷണിക്കുന്നു. അടുത്തതായി രാജൻ താമ്പിളി. നമ്മുടെ ഒരുപാട് കാലമായി നട്ടലിന് അപകടം പറ്റി കിടപ്പിലാണ്. അവർക്കുള്ള ചെക്ക് ഏറ്റുവാങ്ങാൻ വേണ്ടി ഇസ്വ ഡയറക്ടർ ബോർഡ് അംഗം കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട പറശ്ശേരി കബീറിനെ ക്ഷണിക്കുന്നു. അടുത്തതായി തലശ്ശേരൻ എന്ന നമ്മുടെ ആശേരി, കരിയാത്തങ്കോട്ട് അമ്പല റൂട്ടിലുള്ള ആശേരി, ഒരുപാട് കാലമായി അദ്ദേഹം കിടപ്പിലാണ്. അവർക്കുള്ള ചെക്ക് ഏറ്റുവാങ്ങാൻ വേണ്ടി പറശ്ശേരി മുജീബിനെ ക്ഷണിക്കും. നമ്മുടെ കണ്ടയിൽ ഭാഗത്ത് 2 കിഡ്നി നഷ്ടപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രാജൻ കണ്ടയിൽ എന്ന സഹോദരനുള്ള ചെക്ക് കളത്തിങ്കൽ മുഹമ്മദ് അലി സാഹിബ് ഏറ്റുവാങ്ങുന്നു. അദ്ദേഹത്തെ ക്ഷണിക്കും. അടുത്തതായി നമ്മുടെ മൊയ്തീൻ കുട്ടി എന്ന എണ്ണി, MK എണ്ണി, ഒരുപാട് കാലമായി കിടപ്പിലാണ്. അദ്ദേഹത്തിന്റെ ചെക്ക് ഏറ്റുവാങ്ങാൻ PP ഉമ്മർ സാഹിബിനെ ക്ഷണിക്കുന്നു. അടുത്തതായി താമളിയിലുള്ള അംസ കീടക്കാടൻ എന്ന സഹോദരന് നൽകുന്ന ചെക്ക് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പറശ്ശേരി ബഷീർ സാഹിബിനെ ക്ഷണിക്കുന്നു. ഈ 2 ചെക്കുകൾ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഫിറോസ്ക പറഞ്ഞ് നമ്മുടെ മിംസ് ഹോസ്പിറ്റലിൽ കഴിയുന്ന രോഗിക്കുള്ള ഒരു ചെക്ക് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ട്. മറ്റൊന്ന് പുളിക്കലുള്ള ഒരു സഹോദരൻ, അദ്ദേഹം നേരത്തെ നമ്മുടെ പരിപാടിയിലെത്തി നമ്മുടെ ഓഫീസിൽ വിശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് കൊടുക്കുന്ന വീൽ ചെയർ ബഹുമാന്യനായ ഫിറോസ് സാഹിബ് കൈമാറുകയാണ്. നമ്മുടെ ഈ പരിപാടിയിൽ ഒരുപാട് വിശിഷ്ട അതിഥികൾ സംസാരിക്കാനുണ്ട്. വിവിധ രാഷ്ട്രീയ മതരംഗങ്ങളിലെ നമ്മുടെ നാട്ടിൽ ഇസ്വയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നമുക്ക് പിന്തുണയും സഹായവും നൽകുന്ന നേതാക്കന്മാരൊക്കെ സംസാരിക്കാനുണ്ട്. സമയം വൈകിയത് കൊണ്ട് ആരും സംസാരിക്കുന്നില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇത് ഇലക്ട്രിക് വണ്ടിയാണ്. നമ്മുടെ ചെയർമാൻ ഒരുപാട് അന്വേഷിച്ച് നല്ല സാധനം നോക്കി വാങ്ങിയതാണ്. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ ബന്ധപ്പെട്ട ആള് ഒന്ന് ഇങ്ങോട്ട് കടന്നു വരണം. പ്രിയപ്പെട്ട സഹോദരന് വരാൻ വളരെ വിഷമാണ്, അതുകൊണ്ട് അവിടെ നമ്മുടെ ഈ പരിപാടി
ഇത് ഫിറോസ് കെ കൊണ്ടുവരുന്നതിലും ഇതിന്റെ സംഘാടനത്തിലും ഏറെ പ്രയാസപ്പെട്ടിട്ടുള്ള നമ്മുടെ അഡ്വൈസറി ബോർഡ് അംഗം 2 വാക്ക് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് പറയും. അത് കഴിഞ്ഞാൽ നമുക്ക് പിരിഞ്ഞു പോകാൻ ഇൻഷാല്ലാ. പ്രിയപ്പെട്ട കളത്തിങ്ങൽ അബ്ദുൽ അസീസ് സാഹിബിനെ ക്ഷണിക്കുന്നു. പരിപാടി കൊടുക്കാനായിട്ട് പരിപാടികൾ അവസാനിപ്പിക്കാനായിട്ട് ഒരു പേര് തീരെ വിട്ടുപോയത് കൊണ്ട് പ്രത്യേകം പറയാനാണ്. പുളിക്കൽ ബാബുവിന്റെ ജനറൽ മാനേജർ യൂസഫ് ഖാ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുകയും നിരന്തരം ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഫിറോസുമായിട്ട് ഒരു ദിവസം 10-15 പ്രാവശ്യം വിളിക്കുകയും വാട്സപ്പിലൂടെ ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട്, ശല്യം ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ബാബുവിന് ഞങ്ങൾ വിളിക്കുമ്പോൾ ഒരു വിളിയാണെങ്കിൽ നമ്മുടെ യൂസഫ് ഖാക്ക് വിളിക്കൽ 20 വിളിയായിരിക്കും. യൂസഫ്ക്ക് അത് അഷ്റഫ് ഖാന്റെ അളിയനും കൂടിയാണ്. ആ ഒരു പേര് ഇതിൽ വിട്ടുപോയത് പ്രയാസമുണ്ട്, അത് മാത്രമേ പറയാനുള്ളൂ. പിന്നെ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് നേരത്തെ ഫിറോസ് ദാദ് ഇവിടെ ഉണ്ടായിരുന്നു. നേരത്തെ ഫിറോസ് ദാദ് വന്നുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ഫിറോസിന് നമ്മൾ അയച്ചു കൊടുത്ത് ആ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും ഫിറോസ് സാഹിബ് പറഞ്ഞു, ഫിറോസ് ദാദ് മാത്രമല്ല ഞാൻ തന്നെ നേരിട്ട് വരാം. അങ്ങനെയാണ് സത്യത്തിൽ ഈ ഫിറോസ് തന്നെ വരലുണ്ടായത്. വരാതെ പിന്നെ ക്വാറന്റൈന്, കൊറോണ, അതേമാതിരി ദുബായിൽ യാത്ര ചെയ്താലും വളരെ സമയം വൈകിയതുള്ളൂ. പക്ഷെ എത്ര സമയം വൈകിയാലും പിന്നെ ഫിറോസ് കെ വന്നുകാണ്ട് ഈ കർമ്മം നിർവഹിച്ചുകൊണ്ട് നമ്മൾ സന്തുഷ്ടരാണ്. മറ്റൊരു പ്രത്യേകത നമ്മുടെ ഈ ഫിറോസ് കെയുമായി ബന്ധപ്പെട്ട വിഷയം പറയാണ്. ആളുകൾ പറയും ഒരുപാട് സമ്പന്നരായ ആളുകൾ പണം വെളുപ്പിക്കാനോ പണം കൊടുക്കാനോ അങ്ങനെയൊക്കെ ചെയ്യുന്നതാണെന്ന്. ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയട്ടെ, ഫിറോസ് ഖാ ഈ വീഡിയോ ചെയ്ത് 1 മണിക്കൂർ കൊണ്ട് 50, 100, 200, 150 ഇങ്ങനെ എമൗണ്ടാണ് ഇത് വന്നത്. അങ്ങനെ വന്നിട്ട് ആയിരക്കണക്കിന് ആളുകളുടെ എമൗണ്ടുകൾ കൂട്ടിച്ചെന്ന് സാധാരണക്കാരായ ആളുകൾ ഈ വീഡിയോ കണ്ട് കാണാം, മൊബൈൽ കണ്ട് എടുക്കുക, ഗൂഗിൾ പേയിൽ ഒറ്റടി 100 രൂപ അല്ലെങ്കിൽ 200 രൂപ, 50 രൂപ, 30 രൂപ വരെ അയച്ച ആളുകളെ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഒരു പക്ഷേ ആ 30 ഒരു 3000-നോ 30,000-നോ സമായിരിക്കും. കാരണം അവന്റെ ആ പാവത്തിന്റെ കയ്യിൽ അതേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇതിന്റെ ഫിറോസ് കെയുടെ ഈ പ്രവർത്തനത്തില് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടൊരു സംഭവമാണ് പറയുന്നത്. ഇതിലൊരു കോൺടാക്ട് നമ്പർ കൊടുത്തിരുന്നു. കോൺടാക്ട് നമ്പർ കൊടുത്ത് റിസാക്കിന്റെ നമ്പറായിരുന്നു കൊടുത്തിരുന്നത്. കാരണം 2-3 ആളുകളെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ട് ഈ ആളുകൾ ആരെങ്കിലും ഞങ്ങൾ ട്രാപ്പ് പെടുത്തണ്ട, എത്ര കിട്ടി എന്തായിട്ടൊക്കെ ചോദിച്ചിട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ വേണ്ടെന്ന് ഒരൊറ്റ കോൺടാക്ട് നമ്പറാണ് കൊടുത്തത്. നമ്മുടെ റസാക്കിനോട് ആ കോൺടാക്ട് നമ്പറിൽ നിന്ന് ശരിക്കും ഗുജറാത്തിൽ നിന്ന് ആളുകൾ വിളിച്ചിട്ടുണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് ആളുകൾ വിളിച്ചിട്ടുണ്ട്, ഗൾഫ് നാട്ടുകളിൽ നിന്ന് ഇഷ്ടംമാതിരി നമ്മുടെ പ്രവർത്തകന്മാർ വിളിച്ചിട്ടുണ്ട്. അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് ചില ആളുകൾ വിളിച്ചിട്ട് പൈസ അയക്കാനില്ല, പ്രാർത്ഥിക്കുക, ഷെയർ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ചെറിയ ചെറിയ നാണയത്തുട്ടുകളെ കൊണ്ട് 3-4 ദിവസങ്ങളെ കൊണ്ട് 35 ലക്ഷം രൂപ ഓരോ രാത്രിയും ഫിറോസ് കൊണ്ട് വിളിക്കും. ഇന്നെന്തായി, എത്രയായി 20 ലക്ഷം രൂപ ആയപ്പോഴേ ഏകദേശം 20 ലക്ഷം രൂപയോളം നമുക്ക് നമ്മുടെ ഇസ്ലാം കുടുംബത്തിൽപ്പെട്ട ഒരാൾ വീടും സ്ഥലവും കൊടുത്തപ്പോൾ ഞങ്ങൾ ഇത് ക്ലോസ് ചെയ്യാൻ നിൽക്കുകയായിരുന്നു. അപ്പൊ ഫിറോസ് പറഞ്ഞു, പിന്നെ വിൽക്കട്ടെ, 4 ദിവസമല്ലേ ആയിട്ടുള്ളൂ, നമ്മൾ എന്താ ഇന്നാവുക, ഏതായാലും ഇന്ന് ശനി ഞായറും അല്ലേ, ബാങ്കില്ലല്ലോ, നമുക്ക് തിങ്കളാഴ്ച ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കാത്തിരിപ്പിന്റെ ആ സമയം കൊണ്ട് ശരിക്കും അത് 35 മാറി. അപ്പോൾ ഫിറോസ് പറഞ്ഞു, എല്ലാവർക്കും വീഡിയോ ചെയ്യാന്ന് പറയുന്നത് പ്രായോഗികമല്ല, മറിച്ച് നിങ്ങളിൽ അർഹതപ്പെട്ട ആളുകളെ നിങ്ങളെ നാട്ടിൽ തന്നെ കണ്ടെത്തിയിട്ട് നിങ്ങൾ കമ്മിറ്റി അടിസ്ഥാനത്തിലാണെന്നും ഈ ഇസ്ലാം എന്ന് പറഞ്ഞ കൂട്ടായ്മയെ കുറിച്ച് ഇവിടെ ഉദ്ഘാടനത്തിന് വന്നപ്പോൾ എനിക്കൊരു മതിപ്പുണ്ട്, അതുകൊണ്ട് നിങ്ങൾ തന്നെ കണ്ടെത്തി നിങ്ങളെ നാട്ടുകാരായ ആളുകൾക്ക് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തോളി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഈ സന്തോഷത്തിന് അതിരില്ല. കാരണം ഇവിടെ നമ്മളെ മുജീബുണ്ട്, ഇവിടെ സലീമുണ്ട്, അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെ പ്രയാസപ്പെട്ടു. താമളിയിൽ ഒരു ക്യാൻസർ പേഷ്യന്റ് ഉണ്ടായിട്ട് മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി മറ്റുള്ള സംഗതികളിലൊന്നും ഇല്ലാത്തത് കൊണ്ട് ശരിക്കും അത് വളരെ പ്രയാസപ്പെട്ടു. ഇപ്പം ആഴ്ചയിൽ 3 പ്രാവശ്യം വയറിനുള്ളത് നീര് വലിച്ചെടുക്കുന്ന ഒരു ദയനീയമായ ഒരു അവസ്ഥ അങ്ങനെ നേരിട്ട് പുതുമറസാക്കാന്റെ വീടിന്റെ ഏകദേശം അടുത്താണ്. അത്തരം രോഗികളെ കണ്ടെത്തിപ്പെട്ട് ഫിറോസ് ഖാന്റെ ഈ ഞങ്ങൾക്ക് തന്ന ഈ അവസരം ഒരു വല്ലാത്തൊരു സൗഭാഗ്യം കാണുകയാണ്. മാഷാ അല്ലാഹ്, നിങ്ങളൊക്കെ 100-കളും 50-കളും 10 രൂപകളും ഇതിലുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. അതിനുള്ള കടപ്പാടും നന്ദിയും അറിയിക്കുകയാണ്. ഇത്തരം സംരംഭങ്ങളിൽ നമ്മളും ഫിറോസ് ഖായുടെ ഈ ഫോളോ ചെയ്യാം. അതുപോലെ 50, 100, 10 രൂപ കൊടുത്തിട്ട് ഫിറോസ് ഖാന്റെ വളരെ പ്രത്യേകതകളുള്ള അല്ലെങ്കിൽ വളരെ കഷ്ടപ്പെടുന്ന ആളുകളെ ഇത്തരം അക്കൗണ്ടുകളെ സഹായിക്കാൻ നമ്മൾ തയ്യാറാകുക. നമ്മുടെ നാടിന് കിട്ടിയ ഒരു അനുഗ്രഹത്തെ നമ്മളും മറ്റു നാട് കടന്ന് കഷ്ടപ്പെടുന്ന ആളുകൾ ഫിറോസ് പറയുമ്പോൾ ഫോളോ ചെയ്യാൻ നമ്മൾ തയ്യാറാകുക, ഷെയർ ചെയ്യാൻ തയ്യാറാകുക, എന്തെങ്കിലും ഒരു 10 രൂപയെങ്കിലും അയച്ചെടുക്കാൻ തയ്യാറാകുക. ഇത്തരം സൽക്കർമ്മങ്ങൾ ഒരുപാട് കാലം ചെയ്യാൻ ഫിറോസ് ഖാക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. 2 സൗഭാഗ്യങ്ങളാണുള്ളത്. ഒന്ന്